الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവ്വലോകരക്ഷിതാവായ റഹ്മാനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കഴിവിന്റെ പരമാവധി പുലർത്തിയും പാലിച്ചും മുന്നോട്ട് പോകണമെന്ന് പറയുന്ന എന്നോടും കേൾക്കുന്ന ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റഹ്മാനായ റബ്ബ് അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അങ്ങേയറ്റം ഭീകരവും ഞെട്ടലുണ്ടാക്കുന്നതും മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്നതുമായ ചില വാർത്തകളാണ് കഴിഞ്ഞൊരു ആഴ്ചയിൽ നാം കേട്ടത്. മരണതുല്യമായ വേദന സഹിച്ച് നൊന്ത് പ്രസവിച്ച ഒരു ഉമ്മയുടെ കഴുത്തറത്ത മകനും അങ്ങേയറ്റം ബഹുമാനിക്കേണ്ട തന്റെ ജീവിതത്തിൽ മുന്നോട്ടു പോകുവാനുള്ള എല്ലാവിധ വിദ്യയും പകർന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന അധ്യാപകന് നേരെ കൊലവിളി നടത്തുന്ന ഒരു വിദ്യാർത്ഥിയുടെ വീഡിയോയും മറ്റു വാർത്തകളുമൊക്കെ വളരെ ഖേദത്തോടുകൂടെയാണ് നമ്മളൊക്കെ കേട്ടത്, അറിഞ്ഞത്. ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തത് മാത്രമാണ്. ഇതല്ലാത്തതും ഒരുപാട് നടക്കുന്നുണ്ട് എന്നുള്ളത് പകൽ പോലെ സത്യമാണ്. പലപ്പോഴും എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ എല്ലാം പിന്നിലുള്ള ഉത്തരം ലഹരിയുടെ ആധിക്യമാണ് എന്നതൊരു സത്യമാണ്. പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ കേരളത്തെക്കുറിച്ച് അഭിമാനത്തോടു കൂടെ പറയാറുണ്ട്, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന്.
എന്നാൽ അത് മാറി ഇപ്പോൾ ലഹരിയുടെ സ്വന്തം നാടായിട്ടുണ്ട് നമ്മുടെ കേരളം. അത്രമേൽ മോശമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ലഹരി ഉപയോഗിച്ച ഒരാളെ പെട്ടെന്ന് കാണാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് അതിനു പോലും കഴിയാത്ത സാഹചര്യത്തിൽ സിന്തറ്റിക് ലഹരിയുടെ വ്യാപനം നമ്മൾ കൂടുതലായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു അംശം ഒരു നേരത്തെ എന്തെങ്കിലും ഒരു ആവേശത്തിന് വെച്ച് തുടങ്ങിയതായിരിക്കാം. ചെറിയൊരു അംശം ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആയുസ് മുഴുവനും അതിന് അഡിക്റ്റ് ആകുന്ന രൂപത്തിലുള്ള അത്രമേൽ വളരെ ഗൗരവത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളാണ് പലപ്പോഴും ഇന്ന് ചെറിയ കുട്ടികൾ വരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ മക്കൾ വരെയുണ്ട് എന്നതാണ് സത്യം. LP തലങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും, പെൺകുട്ടികളിൽ വരെ സാർവത്രികമാണ് ഇത് എന്നതാണ് അതുമായി ബന്ധപ്പെട്ടു വന്ന സമീപകാലങ്ങളിലെ റിപ്പോർട്ടുകളും മറ്റുമൊക്കെ പഠന വിധേയമാക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയൊരു അശ്രദ്ധ ജീവിതത്തിൽ സംഭവിച്ചാൽ നമ്മളൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടെ കൊണ്ട് നടക്കുന്ന നമ്മുടെ മക്കളൊക്കെ തിരിച്ചു കിട്ടാൻ കഴിയാത്ത അത്രയും മാരകമായ ചതിക്കുഴിയിലേക്ക് പോകാൻ അധിക സമയമൊന്നും വേണ്ടിവരികയില്ല എന്നതാണ് പഠനം. സുഹൃത്തുക്കളെ, ഈ അവസ്ഥ തുടർന്നു കഴിഞ്ഞാൽ പഠനങ്ങൾ പറയുന്നു, ഇപ്പോൾ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് 1-2 പേരൊക്കെയാണ് അതിന്റെ വലിയൊരാളായിക്കൊണ്ട് നമ്മൾ കാണുന്നതെങ്കിൽ അധികമൊന്നും കഴിയേണ്ടി വരികയില്ല. ഓരോ വീട്ടിലും ലഹരിക്കടിമയുള്ള അടിമപ്പെട്ട ഒരാള് വന്നിരിക്കും എന്നതാണ് സത്യം. അത് വരുന്നതോടുകൂടെ സ്വന്തത്തിന്റെയും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ഒക്കെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യം അത് വിദൂരമല്ല. സുഹൃത്തുക്കളെ, ആർക്ക് തടുക്കാൻ കഴിയും? ഒരു മാരകമായൊരു അബദ്ധമാണല്ലോ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഉമ്മത്തിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രയാസമാണല്ലോ, ദുരന്തമാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്ക് തടുക്കാൻ കഴിയും? ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് തടുക്കാൻ കഴിയുമോ? പലപ്പോഴും ഭരണ സംവിധാനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ആളുകളാണ് പുറത്ത് വലിയ വായിൽ ക്യാമ്പയിനും മറ്റുമൊക്കെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുമ്പോഴും ഒരു ഭാഗത്ത് അതിനുവേണ്ട എല്ലാവിധ പുതിയ ഔട്ട്ലെറ്റുകൾക്ക് ലൈസൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന തീർത്തും വിരോധാഭാസമായ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആർക്കും സുഹൃത്തുക്കളെ ആത്മാർത്ഥമായി കൊണ്ട് ഇതിന്റെ പിന്നിൽ നിൽക്കാൻ കഴിയില്ല, ഇതിന്റെ മുന്നോട്ടിറങ്ങാൻ കഴിയില്ല. തീർത്തും പരലോകത്തും കൊതിച്ചുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസികൾക്കല്ലാത്ത ഇതിനെതിരെ ആത്മാർത്ഥമായി കൊണ്ട് ഇറങ്ങാൻ കഴിയുകയില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ വ്യാപിച്ചിങ്ങനെ പോകുമ്പോൾ എന്താലേ സമൂഹത്തിന്റെ ഒരു അവസ്ഥ, ഇന്നത്തെ തലമുറയുടെ അവസ്ഥ എന്താലേ എന്ന് പരിതപിക്കുന്നതിനപ്പുറത്ത് വിശ്വാസികൾ എന്നുള്ള നിലക്ക് സുഹൃത്തുക്കളെ നമുക്ക് ചില ബാധ്യതകളുണ്ട്. ഇതിനേക്കാൾ വലിയ ലഹരിക്കടിമപ്പെട്ട ഒരു സമൂഹത്തെ, ജനപദത്തെ ഏറ്റവും നല്ല ടീമാക്കി മാറ്റിയ ഒരു ആദർശത്തിന്റെ അനുയായികളാണ് നമ്മള്. ആ നമുക്കിടപെടാൻ കഴിയുന്ന രൂപത്തിൽ മറ്റൊരാൾക്കും ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയുകയില്ല. സഹോദര, വിശ്വാസി എന്ന് പറഞ്ഞാൽ ആരാണ്? അവൻ കേവലം ആരാധനകളൊക്കെ അനുഷ്ഠിച്ചൊരു പള്ളിന്റെ മൂലങ്ങനെ കൂടി സമൂഹത്തിൽ എന്ത് നടന്നാലും തനിക്ക് തന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞ് ഒരു സ്വാർത്ഥമായി കൊണ്ട് ജീവിക്കേണ്ടവനാണോ? അല്ല. മറിച്ച് ഇടപെടേണ്ട ഇടങ്ങളിൽ ഇടപെടേണ്ടതുപോലെ ഇടപെടാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ലഹരിക്കടിമപ്പെട്ട ഒരു സമൂഹത്തെ മാറ്റിയെടുത്ത ചില രംഗങ്ങൾ, ചില സ്റ്റെപ്പുകൾ പ്രവാചകന്റെ ഹദീസിലും വിശുദ്ധ ഖുർആനിലും ഒക്കെ കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗതനാകുമ്പോൾ ആ സമൂഹത്തിന്റെ അവസ്ഥ എന്താ സുഹൃത്തുക്കളെ? ലഹരിക്ക് അത്രയേറെ അടിമപ്പെട്ടു. അവരുടെ മരണത്തിന് മുമ്പുള്ള വസിയത്തിൽ പോലും നമുക്ക് കാണാൻ കഴിയും, ഇദാ മിത്തു ഫദ്ഫിനി ഇലാ ജംബിക റമതിൻ, ഞാനെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ ഒരു മുന്തിരി വള്ളിയുടെ ചുവട്ടിൽ എന്നെ മറമാടണം. തുർവി ഇളാമി ബഅദ മൗതി ഉറുഖുഹാ, എങ്കിൽ എന്റെ മരണാനന്തരം എന്റെ ആ നരമ്പുകൾക്ക്, എന്റെ ആ ഒരു ശരീരത്തിന് അതിന്റെ വള്ളിയിൽ നിന്നും അതിന്റെ നീരുകൾ കുടിക്കാമല്ലോ എന്നാണ്. മരിച്ചാൽ പോലും മദ്യത്തോടുള്ള ആസക്തി തീരാത്ത അത്രയേറെ അഡിക്റ്റഡായ ഒരു ജനപദത്തെ ചുരുങ്ങിയ വർഷങ്ങളെ കൊണ്ട് റഹ്മാനായ റബ്ബ് തന്നെ പറഞ്ഞു, കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്,
ഇനി കാലാകാലം വരുന്ന ഒരു ജനപദത്തിന് ഏറ്റവും മാതൃകായോഗ്യമായ ജീവിതത്തിന്റെ എല്ലാ തലത്തിലും മാതൃകയായിക്കൊണ്ട് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സമൂഹമാക്കി നിങ്ങളെ മാറ്റിയെന്ന് പറയുമ്പോൾ സുഹൃത്തുക്കൾ എങ്ങനെ കഴിഞ്ഞു? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ വിഷയത്തിലും നമുക്ക് മാതൃകയാണെങ്കിൽ ലഹരിക്ക് അഡിക്റ്റഡായ ഒരു സമൂഹത്തെ പരിവർത്തിപ്പിക്കുവാനും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ടീച്ചിങ്ങിൽ നമുക്ക് മാതൃകയുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയാണോ അവരെ പരിവർത്തിപ്പിച്ചത്, അള്ളാഹു എങ്ങനെയാണോ ആ വിഷയത്തിൽ ഇടപെട്ടത്, അങ്ങനെ ഇടപെട്ടാലേ ഇവിടെയും നമുക്ക് മോചനം സാധ്യമാവുകയുള്ളൂ. എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം ചെയ്ത പണി എന്താണെന്നറിയോ? ഒന്നല്ല സുഹൃത്തുക്കളെ, ഇതുകൊണ്ട് എന്ത് ഭവിഷ്യത്തുകൾ നിനക്ക് ഇരു ലോകത്തിലും സംഭവിക്കുമെന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചു. ഇന്ന് ഞാൻ വരുമ്പോൾ പോലും ലഹരിക്ക് അങ്ങേയറ്റം അടിമപ്പെട്ട ഒരു സുഹൃത്തിന്റെ ഒരു അഭിമുഖം കേട്ടു. 22 വയസ്സ് വരെ അദ്ദേഹം ഒരു സിഗരറ്റ് പോലും കൈകൊണ്ട് പോലും തൊട്ടിട്ടില്ല. അത്ര പരിശുദ്ധമായി കൊണ്ട് ജീവിച്ച അവൻ 22ാമത്തെ വയസ്സിൽ ഒരു സുഹൃത്തിന്റെ ഒരു ചെറിയ ഇംഗിതത്തിന് വഴങ്ങി, അവന്റെ ഒരു മോട്ടിവേഷനക്ക് വഴങ്ങി ചെറിയൊരു അംശം എടുത്ത് കഴിച്ചു നോക്കിയതാ. പിന്നെ 2 വർഷം അവന്റെ ആയുസ്സൊന്നും എങ്ങനെ പോയി എന്ന് എനിക്ക് അറിഞ്ഞില്ല എന്ന്, അവൻ എത്താത്ത ഇടങ്ങളില്ല എന്ന്, അവൻ ഉപയോഗിക്കാത്ത ലഹരിയുടെ പദാർത്ഥങ്ങളിൽ ഒന്നും ഇനി ബാക്കിയില്ല എന്ന്. അങ്ങനെ അവസാനം എങ്ങനെ തിരിച്ചറിവുണ്ടായെന്നറിയോ? അദ്ദേഹം സ്വന്തമായി കൊണ്ട് ചിന്തിച്ചു എന്നാണ്, ഈ നില ഞാൻ ഇനിയും തുടർന്നാൽ എനിക്ക് ഇരു ലോകത്തും എന്ത് സംഭവിക്കും എന്ന കൃത്യമായ ബോധം എനിക്ക് കിട്ടിയപ്പോൾ അങ്ങോട്ട് മാറിയെന്ന്. ആ ഇടപെടലാണ് വിശുദ്ധ ഖുർആൻ നടത്തിയിട്ടുള്ളത്. ബോധ്യപ്പെടുത്തൽ, മിരട്ടിയതുകൊണ്ടൊന്നും സുഹൃത്തുക്കളെ കാര്യമില്ല. കൃത്യമായി അവരുടെ മനസ്സിൽ കൊള്ളുന്ന രൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ പറഞ്ഞെന്നറിയോ? ഒന്നാമതായി കൊണ്ട് പറഞ്ഞു, കൂട്ടരെ, ഈ ലഹരി എന്ന് പറയുന്നത് തീർത്തും പൈശാചികമാണ്. പിശാച് നിങ്ങളെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകുന്നത് എവിടേക്കാ? ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. അല്ലേ, അവന്റെ അൾട്ടിമേറ്റ് ഗോൾ അതല്ലേ, അവന്റെ ആത്യന്തികമായ ലക്ഷ്യം അതല്ലേ? എങ്ങനെയെങ്കിലും ഇവനെ നരകത്തിലേക്ക് ഇടണം. അത് ശിർക്കിലൂടെയാണെങ്കിൽ അങ്ങനെ, ഖുറാഫാത്തിലൂടെ അങ്ങനെ, ബിദഅത്തിലൂടെയാണെങ്കിൽ അങ്ങനെ, ഇനി ഇതിനോടൊന്നും താല്പര്യമില്ലാത്ത ടീമാണെങ്കിൽ വേറൊരു റൂട്ടിൽ. അല്ലാഹ് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അംസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. പിശാചിൽ നിന്നുള്ള മോശമായ കാര്യങ്ങളാണ് ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം. ഫജ്തനിബൂഹു, അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ഒഴിവാക്കിക്കോളീം, ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാമെന്നാണ്. അത് ഈ ലോകത്തിലും പരലോകത്തിലും ഒരു മാന്യമായ ജീവിതം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ഏർപ്പാട് ഒഴിവാക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. പിന്നെ അതിന്റെ ഓരോ പ്രശ്നങ്ങളും റബ്ബ് പറഞ്ഞു. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാകുമെന്നാണ്, പകയും വിദ്വേഷം ഉടലെടുക്കുമെന്നാണ്. അല്ലേ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇന്നമാ യുരീദു ശൈത്വാനു അയ്യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദുകും അൻ ദിക്രില്ലാ. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള എല്ലാ ഓർമ്മയിൽ നിന്നും ആ മനുഷ്യനെ തടഞ്ഞു നിർത്തുമെന്നാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയിൽ നിന്ന് ഒരു മനുഷ്യൻ മാറിയാൽ സുഹൃത്തുക്കളെ, അള്ളാഹ് റസൂൽ എന്നെ പറഞ്ഞില്ല, മരിച്ചവനെ പോലെയാണ് ആ മനുഷ്യൻ. മസലുല്ലദീ യദ്കുർ റബ്ബഹു വല്ലദീ ലാ യദ്കുറുഹു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. അള്ളാഹുവിനെ ഓർക്കുന്നവനും അള്ളാഹുവിനെ ഓർക്കാത്തവനും ഉള്ള ഉദാഹരണം മരിച്ചവനും ജീവിച്ചിരിക്കുന്നവനെ പോലെയാണ്. ഒരു കോലങ്ങനെ നടക്കുന്നുണ്ട്, 2 കാൽ നടക്കുന്ന ഒരു ജന്തു എന്നതല്ലാതെ പ്രത്യേകിച്ചൊരു ബെനിഫിറ്റ് ഉണ്ടാവില്ല സുഹൃത്തുക്കളെ. ഇതൊക്കെ വളരെ കണ്ണിങ്ങായി പിശാചിട്ട റൂട്ടാണത് എന്ന കൃത്യമായ തിരിച്ചറിവാണ് നമുക്ക് ഒന്നാമതായി കൊണ്ടുണ്ടാകേണ്ടത്. രണ്ടാമതായി കൊണ്ട് അല്ലാഹു റസൂൽ പറഞ്ഞതെന്നറിയും, എല്ലാ തെറ്റും അതിലൂടെ സംഭവിച്ചിരിക്കുമെന്നാണ്. അല്ലാഹു റസൂൽ പറഞ്ഞു, അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ് വഅക്ബറുൽ കബായിർ. എല്ലാവിധ മ്ലേച്ഛതരത്തിന്റെയും ഉമ്മയാണ്, അതിന്റെ മാതാവാണ് മദ്യം എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ പണ്ഡിതന്മാര് ഒരു ചെറു കഥയിലൂടെ സംഭവം വിശദീകരിക്കുന്നുണ്ട്. എന്താ അറിയോ? ഒരു മനുഷ്യൻ നല്ല നിലക്ക് ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യനെ ശത്രുക്കൾ പിടിച്ചു വെച്ചു. അവനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് മൂന്ന് കാര്യങ്ങൾ അവന്റെ മുമ്പിൽ വെച്ചു. മദ്യം, വ്യഭിചാരത്തിലുള്ള അവസരം, അല്ലെങ്കിൽ നീ ആരെങ്കിലും കൊല്ലണം എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞു? 3 കാര്യങ്ങൾ. ഒന്നുകിൽ നീ എന്താക്കണം? മദ്യം സേവിക്കണം, അല്ലെങ്കിൽ നീ ഒരു പെണ്ണുമായിക്കൊണ്ട് വിചാരത്തിൽ ഏർപ്പെടണം, അല്ലെങ്കിൽ നീ ഒരാളെ വകവരുത്തണം, ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ വകവരുത്തുമെന്ന് പറഞ്ഞു. സ്വാഭാവികമായിക്കൊണ്ടും അദ്ദേഹം തെരഞ്ഞെടുത്തു ഉള്ളതിൽ ഏറ്റവും ചെറുത് മദ്യമാണല്ലോ. അങ്ങനെ അദ്ദേഹം മദ്യം കഴിച്ചു എന്നാണ്.
മദ്യം കഴിച്ചതോടുകൂടി അദ്ദേഹത്തിന് ബുദ്ധി മറഞ്ഞു. പിന്നെ മുൻപിൽ നിൽക്കുന്നവളെ സമീപിച്ചു, അവളെ പ്രാപിച്ചു, വ്യഭിചാരത്തിലേക്ക് ഏർപ്പെട്ടു. ആ വ്യഭിചാരത്തിന്റെ കഥ മാലോകരറിയാതിരിക്കാൻ വേണ്ടി അവളെ വകവരുത്തി. ഇപ്പൊ എന്തുണ്ടായത്? എല്ലാവിധ തെറ്റിലേക്കുമുള്ള എൻട്രി അവനിക്ക് ലഭിക്കപ്പെട്ടത് ആ ഒരു മദ്യം സേവിച്ചതിലൂടെയാണ് എന്ന് സുഹൃത്തുക്കൾ വളരെ ക്ലിയർ ആണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പിന്നെ പറഞ്ഞത് എന്താണ്? ഗൗരവത്തെ കുറിച്ചാണ് സുഹൃത്തുക്കളെ. സ്വന്തം മാതാവിനെ പ്രാപിക്കുന്നതിനേക്കാൾ വലിയ തെറ്റാണത് എന്ന്. മൻ ശരിബ വഖഅല ഉമ്മിഹി വഖാലതിഹി വഅമ്മതിഹി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ആരെങ്കിലും മദ്യം സേവിച്ചിട്ടുണ്ടെങ്കിൽ, ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, മദ്യം എന്ന് പറയുമ്പോൾ വെറും നമ്മൾ ആ ഒരു ഡ്രിങ്ക് മാത്രം മനസ്സിലേക്ക് കൊണ്ടുവരുന്ന സുഹൃത്തുക്കളെ, പണ്ഡിതന്മാര് പറയുന്നത് എല്ലാ വിധത്തിലും പെട്ടു എന്ന, ലഹരിയുടെ എല്ലാ പദാർത്ഥവും ഖംർ എന്ന കാര്യത്തിൽ പെട്ടു എന്ന. ഈ ഹിമാർ എന്ന് പറയുന്നത് ഈ പിന്നെ സഹോദരിമാർ തലയിലിടുന്ന തട്ടത്തിന് ഹിമാർ എന്ന് പറയാം. ഈ ബുദ്ധിയെ മറക്കുന്നത് എന്തോ അതെല്ലാം ഖംറിന്റെ പരിധിയിലാണ് പെടുക. അത് ആരെങ്കിലും സേവിച്ചു കഴിഞ്ഞാൽ അവൻ സ്വന്തം ഉമ്മയെ വ്യഭിചരിച്ചവരെ പോലെയാണ്, അല്ലെങ്കിൽ അവന്റെ മാതൃ സഹോദരിയെയോ പിതൃ സഹോദരിയെയോ വ്യഭിചരിച്ചതിന്റെ കുറ്റമാണ് ആ മനുഷ്യർക്ക് നാളെ പരലോകത്ത് ലഭിക്കാനുള്ളതെന്ന് പറയുമ്പോൾ സുഹൃത്തുക്കൾ എത്ര വലിയ ഗൗരവമാണ് അതുകൊണ്ടൊക്കെ ലഭിക്കാൻ പോകുന്നത്. വീണ്ടും പ്രവാചകൻ പഠിപ്പിച്ചു, 40 ദിവസത്തെ നമസ്കാരം അസാധുവാകും. ലഹരി പദാർത്ഥങ്ങൾ എടുത്ത് വായിൽ വെക്കുന്നവൻ, വായിലേക്ക് തിരികെ വെക്കുന്നവൻ, എടുത്തു പുകക്കുന്നവൻ, ചുരുട്ടുന്നവൻ തുടങ്ങിയ എന്തെല്ലാം രൂപത്തിൽ ലഹരിയെ സമീപിക്കുന്നുണ്ടോ അവൻ എപ്പോഴെങ്കിലും ചിന്തിച്ചോ സഹോദര, ഓരോ ചെയ്തികളിലും 40 ദിവസത്തെ എന്റെ അധ്വാനം നിഷ്ഫലമായി പോകുന്നുണ്ട് എന്ന്. ഇത് ചില്ലറ കാര്യമാണോ? 40 ദിവസത്തെ നിസ്കാരം പോണത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയും. അല്ലാഹു റസൂൽ പറയും, കുല്ലു മുഖമ്മരിൻ ഖംറുൻ, ബുദ്ധിയെ മറക്കുന്നതെല്ലാം ഖംറാണ്, വകുല്ലു മുസ്കിരിൻ ഹറാം, ഈ രൂപത്തിലുള്ളതെല്ലാം ഹറാമാണ്. എന്നിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞു, വമൻ ശരിബ മുസ്കിറൻ ബുഖ്സത് സ്വലാത്തുഹു 40 സബാഹ, അവന്റെ 40 ദിവസത്തെ നിസ്കാരം നഷ്ടപ്പെടുമെന്നാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. ഇതൊക്കെ ശരിക്കും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. പിന്നെ പറഞ്ഞെന്താണെന്നറിയോ? മദ്യത്തോട് സഹകരിക്കുന്നവരെല്ലാ ആളുകളും, ഞാൻ കുടിച്ചിട്ടില്ല, ഞാൻ സേവിച്ചിട്ടേ ഉള്ളൂ, ഞാൻ ഉപയോഗിക്കുന്നില്ല, ഞാൻ വാങ്ങി കൊടുത്തിട്ടേ ഉള്ളൂ, ഞാൻ കുടിച്ചിട്ടില്ല, വാങ്ങി കൊടുത്തിട്ടുള്ളൂ, ഞാൻ ക്യാഷ് കടം കൊടുത്തിട്ടേ ഉള്ളൂ, പറ്റൂല സുഹൃത്തുക്കളെ. 10ഓളം വിഭാഗത്ത് എല്ലാവരെയും അല്ലാഹുവിന്റെ റസൂൽ ശപിക്കപ്പെട്ട ആളുകൾ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തി. എന്താ ഈ ശപിക്കപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ? നാളെ പരലോകത്ത് എത്തി നിൽക്കുമ്പോൾ സഹോദര, റഹ്മാനായ റബ്ബിന്റെ കരുണയുടെ നോട്ടത്തിൽ നിന്നും അകറ്റപ്പെടുന്ന വിഭാഗത്തെയാണ് ശപിക്കപ്പെട്ട ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത്. ആ ലിസ്റ്റിലേക്കാണ് ഇത് വെക്കുക വഴി പോകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലഅനല്ലാഹുൽ ഖംറ വലഅന ശാരിബഹ, അത് കുടിക്കുന്നവൻ, വസാഖിയഹ, അത് ഒഴിച്ചു കൊടുക്കുന്നവൻ, വആസിറഹ, അത് ജ്യൂസ് അടിച്ചു കൊടുക്കുന്നവൻ, വമുഅ്തസിറഹ, അതിൽ ലേപനത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നവൻ, വബായിഅഹ, അത് വിൽക്കുന്നവൻ, വമുബ്താഅഹ, അത് വാങ്ങുന്നവൻ, വഹാമിലഹൽ മഹ്മൂലത ഇലൈഹി, അത് വഹിച്ചു കൊണ്ടുപോകുന്നവൻ അടക്കം. എന്താ പണി? ഡ്രൈവിംഗാ പണി. എവിടെയാ? കള്ളുഷാപ്പിലാന്നുള്ള ലഹരി പദാർത്ഥങ്ങൾ ഇങ്ങനെ കയറ്റി സപ്ലൈ ആക്കുന്ന പണിയാ. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനത് ഉപയോഗിക്കുന്ന ആളല്ല, പക്ഷെ പണി ഇതാണ്. ശപിക്കപ്പെട്ടവനാ സഹോദര അവൾ. അതുകൊണ്ട് നല്ലോണം ആലോചിക്കണം. കാരിയർമാർ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അവർക്കിടയിൽ പ്രത്യേക കോഡുകളാണല്ലോ. ഓരോ മൂലയിലും മുക്കിലൊക്കെ പല ആളുകളും ഉണ്ടാവും. ഇത് ബിസിനസ്സായി എടുത്ത ആളുകളുണ്ട്. സുഹൃത്തേ, കുല്ലു ലഹ്മിൻ നബത മിൻ സഖ്തില്ലാഹ് അന്നാറു ഔലാ ബിഹി. അല്ലാഹു റസൂൽ പറഞ്ഞു, ഹറാമിലൂടെ ഊട്ടപ്പെട്ട ആ മാംസത്തിന് ഏറ്റവും അനുയോജ്യമായ പ്ലേസ് നരകമാണ്. അവൻ പോയി കിടക്കുന്ന നരകത്തിലേക്കാണ്. അവന്റെ തണ്ടും തടിയും അവൻ വളർത്തിക്കൊണ്ടുവരുന്നത് നരകത്തിലേക്കുള്ള ഒന്നാമത്തെ വിഭവമായി കൊണ്ടാണ്. അതുകൊണ്ട് സമ്പാദന മാർഗം എങ്ങനെയെങ്കിലും ആയ പോര സുഹൃത്തുക്കളെ, നല്ലോണം ആലോചിക്കണം. പിന്നെ അല്ലാഹു റസൂൽ പറഞ്ഞതെന്നറിയോ? മദ്യപിച്ചിട്ടാണ് ഒരു മനുഷ്യൻ മരിക്കുന്നതെങ്കിൽ മദ്യത്തിന്റെ അംശം അല്ലെങ്കിൽ ലഹരിയുടെ അംശം വയറ്റിന്റെ ഉള്ളിൽ പിന്നെ ഒരു അളവാണ് ഉള്ളതെങ്കിലും ആ നിലയ്ക്ക് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവൻ ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ മരിക്കുന്നത് പോലെയാണെന്ന്. ജാഹിലിയത്തിലെ മരണമാണെന്ന് സുഹൃത്തുക്കളെ. എത്ര അധപതനമാണ്, എത്ര മോശമാണ്. ഇനിയോ ആ മനുഷ്യൻ നാളെ പരലോകത്തെത്തുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഇന്ന അലല്ലാഹി അസ്സ വജല്ല അഹ്ദൻ, അല്ലാഹു സ്വയം ഏറ്റെടുത്തൊരു കരാറുണ്ട്.
അള്ളന്നെ പറയാണ്, ഞാൻ ഏറ്റെടുത്തൊരു ബാധ്യത ഉണ്ട്. എന്താ ബാധ്യത എന്നറിയോ? ആരാണ് ലഹരിയൊക്കെ ഉപയോഗിച്ച് വന്നത്, അവനെ തീനത്തുൽ ഖബാൽ കുടിപ്പിക്കാം എന്നത് ഞാൻ സ്വയം ഏറ്റെടുത്ത കരാറാണ്. അപ്പൊ സ്വഹാബത്തിന് മനസ്സിലായി, എന്താ പ്രവാചകരെ, യാ റസൂൽ മാ തീനത്തുൽ ഖബാൽ. തീനത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറഖു അഹ്ലിന്നാർ ഔ ഉസാറതു അഹ്ലിന്നാർ. നരകാവകാശിയുടെ ശരീരത്തിൽ നിന്നും നിർഗളിക്കുന്ന രക്തവും ചലവും ഒക്കെയാണ്. തീയിൽ കടന്നിങ്ങനെ വെന്തുരുകുമ്പോൾ ആ മനുഷ്യന്റെ ശരീരത്തിൽ നിർഗളിക്കുന്ന ആ പച്ച മാംസത്തിൽ നിന്നും വരുന്ന രക്തവും ചലവും ഒക്കെ ഇത് കുടിച്ച ആളുകൾക്ക് നാളെ പരലോകത്ത് കൊണ്ടുപോയി കൊടുക്കാനും കുടിപ്പിക്കാനും വേണ്ടി തീരുമാനിക്കും. അത് അള്ളാഹ് ഏറ്റെടുത്ത കരാറാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. രക്ഷപ്പെടുവോ സുഹൃത്തുക്കളെ? ഒരു ചെറിയ ആസ്വാദനത്തിന് വേണ്ടി തുടങ്ങി വെച്ചതാണെങ്കിൽ അത് നിർത്തിവെക്കാൻ നമുക്ക് കഴിയണം. പിന്നെയും പറഞ്ഞു പ്രവാചകൻ, സ്വർഗത്തിലേക്ക് ആ മനുഷ്യനില്ല. കൊടുത്തത് മുഴുവൻ എടുത്തു പറയുന്നവനും ലഹരിക്ക് അടിമപ്പെട്ടവനും നാളെ പരലോകത്ത് സ്വർഗത്തിലേക്കില്ല എന്നാണ്. പിന്നെ പറഞ്ഞു, സ്വന്തത്തെ കൊല്ലലാണത്. നിങ്ങൾ സ്വന്തം നാശത്തിലേക്ക് നിങ്ങൾ ഏർപ്പെടരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപൂർണമായി കൊണ്ട് വിട്ടു നിൽക്കണം. ഞാൻ ബാറിൽ പോകുന്നില്ല എന്ന് പറഞ്ഞവരാരും ഇതൊന്നും ഒഴിവൊന്നല്ല. നേരത്തെ പറഞ്ഞല്ലോ, പണ്ഡിതന്മാര് പറഞ്ഞു, അന്നൽ ഖംറ, ഖംർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അത് കേവലം മദ്യം എന്ന ഒരു കുപ്പി എന്ന ചിത്രം ഖംർ നിൽക്കുന്നവരുടെ മനസ്സിലേക്ക് വരണ്ട. പണ്ഡിതന്മാര് പറഞ്ഞു, ഇസ്മുൻ ലികുല്ലി മാ യൂജദു ഫീഹിൽ ഇസ്കാർ, ലഹരിയുള്ളതിനെല്ലാം പറയുന്ന പേരാണ് ഇസ്ലാം പ്രയോഗിച്ച ഖംർ എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന. സവാഉൻ കാന ശറാബൻ ഔ തുആമൻ ഔ ഇസ്തിൻഷാകൻ ഔ നഹ്വ ദാലിക, അത് പാനീയമാകട്ടെ, അത് ഭക്ഷണ രൂപത്തിലുള്ളതാകട്ടെ, അത് പൊടി രൂപത്തിലുള്ളതാകട്ടെ. ഇനി നമുക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് പൊടി രൂപത്തിലുള്ളതാകട്ടെ, അതടക്കം ഔ നഹ്വ ദാലിക. ഇനി ഇതല്ലാത്ത രൂപത്തിൽ ലഹരിയുടെ പുതിയ വെറൈറ്റി മോഡൽ വരാനുണ്ടോ? അതെല്ലാം ഇതിൽ പെട്ടു എന്നാണ്. തന്റെ ബുദ്ധിയെ നീക്കുന്ന ഈ രൂപത്തിലുള്ള എല്ലാ ഏർപ്പാടുകളും എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും അത് ഒഴിവാക്കണമെന്ന അല്ലാഹു ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ വിടൂല സുഹൃത്തുക്കളെ. ഈ ബോധ്യപ്പെടുത്തലുകളാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൈമാറേണ്ടത്. ഒന്ന് സ്വൈര്യമായി ഇരുത്തി, നിനക്കെന്ത് സംഭവിക്കും ഇങ്ങനെയൊക്കെ പോയാൽ എന്ന് കൃത്യമായി കൊണ്ട് പറഞ്ഞു ബോധ്യപ്പെടുത്തിയപ്പോ അവർ മാറി എന്ന് മാത്രമല്ല, അവർ അതുവരെ ശേഖരിച്ച് മുഴുവൻ മദ്യവും തിരുവോരങ്ങളിലൂടെ ഒഴുക്കിയെന്ന. പിന്നെ അവർ വന്ന് ചോദിച്ച മസല എന്താണെന്നറിയോ? ആ മദ്യം ഒഴുകിയതിലൂടെ, ആ നനവിലൂടെ കടന്നു വന്ന ഒരു ചെടി, ആ ചെടിയെ ഭക്ഷിച്ച ഒട്ടകത്തിന്റെ പാല് ഞങ്ങൾ കുടിക്കാൻ പറ്റുമെന്ന് വെച്ചു. പരിവർത്തനത്തിന്റെ ഊക്കാണ് സഹോദര, അതൊക്കെ പരിവർത്തനത്തിന്റെ ഊക്കാണത്. ഈ സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന റിസൾട്ടാണ്. അതുകൊണ്ട് എവിടെയും ഷോ കാണിക്കാൻ എന്തെങ്കിലും ഫ്ലക്സ് വലിച്ച് കെട്ടിട്ട് എന്തെങ്കിലും പറഞ്ഞതോടൊന്നും കാര്യമില്ല സുഹൃത്തുക്കളെ. ഈ രൂപത്തിൽ ഇസ്ലാം നൽകുന്ന ഈ വിജ്ഞാനത്തെ, ഈ വിഷയത്തിൽ ഇസ്ലാം എങ്ങനെ സമീപിച്ചു എന്ന കൃത്യമായ റൂട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നാം ബാധ്യസ്ഥരാണെന്ന് മനസ്സിലാക്കുക, പ്രവർത്തിക്കുക. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീൽ മുസ്ലിമീൻ വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹുൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. ലഹരിയുടെ അപകടങ്ങളും ദുരന്തങ്ങളുമാണ് മനസ്സിലാക്കിയത്. ഇതെല്ലാം ചെന്ന് ചാടുന്നതിന് മുൻപേ നമുക്ക് ഓർമ്മ വരണം. പലപ്പോഴും എല്ലാം ചെയ്ത് പിന്നെയാണ് തിരിച്ചു മടക്കത്തിനെ കുറിച്ച് ആലോചിക്കുക. നമ്മൾ ഇപ്പോൾ തന്നെ അതിനെക്കുറിച്ച് ആലോചിക്കണം. അതുകൊണ്ട് ആദ്യമായി കൊണ്ട് പറയാനുള്ളത് സുഹൃത്തുക്കളെ, ഒരു നിലക്കും തുടങ്ങാതിരിക്കുക എന്നുള്ളതാണ്. ഒരു നിലക്കും തുടങ്ങാതിരിക്കുക. എന്തെല്ലാം പ്രലോഭനങ്ങൾ ഉണ്ടെങ്കിലും ആ പ്രലോഭനങ്ങൾ മുഴുവനും ശൈത്താനിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ഒരു സുഹൃത്ത് പറഞ്ഞ് 22 വയസ്സ് വരും ചെയ്തില്ല എന്ന് പറഞ്ഞില്ലേ, അവനൊരു സുഹൃത്ത് പ്രലോഭിപ്പിച്ചതാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ ആണാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം. ആണത്തത്തെ ചോദ്യം ചെയ്യുമ്പോൾ എല്ലാ ആണുങ്ങൾക്കും അതൊരു പ്രസ്റ്റേജ് ഇഷ്യൂ ആയി മാറും.
ഗ്രാഹാണെന്ന് പറഞ്ഞിട്ടല്ലേ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അവനൊന്ന് ഉണരും. സുഹൃത്തേ, ആ ചോദ്യവും ആ ഉണർച്ചയും മുഴുവനും ശൈത്താനിട്ട ട്രാപ്പാണെന്ന് മനസ്സിലാക്കുക. ചില ആളുകൾ ഇതിലേക്ക് പോയത് ടെൻഷൻ അടിച്ചിട്ടാണ് സുഹൃത്തുക്കളെ, ഭയങ്കര ടെൻഷനാണ്. അപ്പൊ ബുദ്ധിനെ മറിഞ്ഞു കിട്ടി കഴിഞ്ഞാൽ കുറെ റാഹത്താണെന്നാണ്. അതൊക്കെ പിശാചിട്ട് തരും ചില അജണ്ടകൾ മാത്രമാണ്. അതുകൊണ്ട് പ്രലോഭനങ്ങൾ എന്തോ ആകട്ടെ അതിലേക്ക് ഒരു നിലക്ക് പോലും അടുക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം സാഹചര്യങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. കൂട്ടുകെട്ട് വലിയ വിനയാണ്. പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ചൊന്നും ഒരു കാഴ്ചപ്പാടില്ലാത്ത ആളുകൾ, അന്യമതസ്ഥയിൽപ്പെട്ട ആളുകളൊക്കെ ദുനിയാവിന് വേണ്ടി മാത്രം ജീവിച്ചു കൊണ്ടിരിക്കുന്ന, എപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ ദുനിയാവ് മാത്രം ലക്ഷ്യമായിക്കൊണ്ട് പറയുന്ന ഒരുപാട് ആളുകളുടെ കൂടെ നടക്കുമ്പോൾ സുഹൃത്തുക്കളെ, നമ്മളുടെ മുമ്പിൽ ട്രാപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ ടൂറിലും ആഘോഷങ്ങളിലൊക്കെ പെട്ട് ആ നിലക്ക് പോകുമ്പോൾ അത് വലിയ വിനയായിരിക്കും. ഈ സുഹൃത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആഘോഷത്തിലാണ്. കോഴിക്കോട് ബീച്ചിലേക്ക് ഒരു രാത്രി പോയതാണ് വിഷയം. മലപ്പുറത്തുകാരനാണ് പോയത്, കോഴിക്കോട്ടേക്കാണ്. അപ്പൊ കോഴിക്കോട്ടൊക്കെ നൈറ്റ് ലൈഫിന്റെ കാലാണ്. രാത്രി ഹയാത്താക്കുക അല്ലെ, എല്ലാം ഉണ്ടാവും. ആ ഒരു ത്രില്ലിൽ ജസ്റ്റും തുടങ്ങിയതാണ്. പിന്നെ തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആയി എന്നതാണ്. മക്കളെ കുറിച്ച് സുഹൃത്തുക്കളെ, രക്ഷിതാക്കൾക്ക് നല്ല ജാഗ്രത വേണം. അവരെങ്ങനെ സംശയത്തിന്റെ നിലയിൽ കാണുന്നൊന്നല്ല പറഞ്ഞർത്ഥം. അവരെ സൗഹൃദാന്തരീക്ഷത്തിൽ ചോദിക്കണം, ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. മോളെ ഇങ്ങനെ ഉണ്ട് അവസ്ഥ, എന്റെ കോളേജത്തെ അവസ്ഥ എന്താണ്, ക്യാമ്പസത്തെ അവസ്ഥ എന്താണ്, കണ്ടില്ലേ വാർത്ത, ഇങ്ങനെ പോലെ കേട്ടോ, എന്റെ കുട്ടി അങ്ങനെ ഒരിക്കലും പഠിച്ചു കേട്ടോ, നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. നിതാന്തമായ ജാഗ്രത സുഹൃത്തുക്കളെ വേണം. പല ആളുകൾ എന്താ അറിയോ, പലപ്പോഴും ഭയങ്കര ഓവർ കോൺഫിഡൻസിലാണ്. എന്റെ കുട്ടിയൊന്നും അങ്ങനെ പോകില്ലെന്ന് പറയും. സുഹൃത്തെ, നിന്റെ കുട്ടിക്കൊരു പ്രശ്നമില്ല, അവന്റെ കാലിനൊരു പ്രശ്നമല്ല. അവൻ പോകുന്ന വഴിക്ക് വെഴുക്കലുണ്ട്, അവൻ നടന്ന് നീങ്ങുന്ന പാതക്ക് പ്രശ്നമുണ്ട്. കുട്ടിക്കൊരു പ്രശ്നമല്ല, നിങ്ങൾക്കും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ആ പാത കുറച്ച് വഴുക്കലുണ്ട്, ഒന്ന് പിടിക്കണട്ടോ, ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നല്ലൊരു കൃത്യമായ രൂപം നമുക്ക് ഉണ്ടാകണം. നല്ല ബോധവൽക്കരണം ഉണ്ടാകണം. വീട്ടിന്റെ ഉള്ളിൽ നിന്ന് തുടങ്ങണം ബോധവൽക്കരണം കൃത്യമായിക്കൊണ്ട് നടക്കണം. നമ്മളിതൊരു അജണ്ടയായിക്കൊണ്ട് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം. ഈ കണ്ട ആളുകളൊക്കെ ആ ഒരു പ്രതിജ്ഞാബദ്ധരായിക്കൊണ്ട് അത്തരം ആളുകളൊക്കെ കാണുമ്പോൾ ഇതൊക്കെ മാറി കിട്ടാൻ വേണ്ടി ഇപ്പൊ കിട്ടിയില്ലെങ്കിലും നമ്മളൊന്ന് കൺവേ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച സുഹൃത്തുക്കളെ മാറൂലേ. അതുകൊണ്ട് ഏറ്റെടുക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു കാര്യം, റജബ് അവസാനിക്കുന്ന സമയത്താണ് നമ്മളുള്ളത്. പല ആളുകളും നേരത്തെ പറഞ്ഞതുപോലെ റജബുമായി ബന്ധപ്പെട്ട് പല ബിദ്അത്തുകളും പല ഖുറാഫാത്തുകളും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ആളുകളെ സുന്നത്തിൽ നിന്ന് അകറ്റി ബിദ്അത്ത് ചെയ്യിപ്പിച്ച് നരകാവകാശികളാക്കി തീർക്കാൻ വേണ്ടിയിട്ട് പല ഏർപ്പാടുകളും നിരന്തരമായി കഴിഞ്ഞ കൊല്ലല്ലാത്ത പുതിയ ദിക്റുകളൊക്കെ പോകുന്നത്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് കേൾക്കാനും കഴിഞ്ഞത്, ഇന്നിപ്പോ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്, ഇന്ന് റജബിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. ഇന്ന് ഇമാം ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴെ നിന്നുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹ് അഹ്മദ് റസൂലുള്ളാഹ് 35 തവണ ചൊല്ലണല്ലോ. എന്നാലോ അടുത്തൊരു കൊല്ലം വരെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവൂല. എല്ലാരും ചാടി വീഴൂലേ? ആരെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ആഗ്രഹിക്കും, 10 പൈസക്ക് എന്തുണ്ടാവില്ല, പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും ചെയ്യും. അപ്പൊ 4 ബിദ്അത്തിന്റെ എക്സ്ട്രാ ചെയ്യിപ്പിച്ചിട്ട് സ്വർഗം അങ്ങോട്ട് നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ആളുകൾ മെനക്കെടുന്നുണ്ട് സുഹൃത്തുക്കളെ. അതുകൊണ്ട് എന്തെങ്കിലും ആരെങ്കിലും പറയുമ്പോഴേക്കും ദീനാണെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. പ്രമാണങ്ങളോടൊന്ന് തട്ടിച്ചു നോക്കി നമുക്ക് എപ്പോഴും വൈജ്ഞാനിക അവലംബം ഉണ്ടാകണം. ഇങ്ങനെ കേട്ടു അത് ശരിയാണോ എന്നൊന്ന് ചോദിച്ച് ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് പ്രിയപ്പെട്ടവരെ അതുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കും, ഖുത്ബക്കിടയിൽ നീ ഒന്നും മിണ്ടാതിരിക്കൂ എന്ന് തൊട്ട് എടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാൽ പോലും അവന്റെ ഖുത്ബ പിന്നെ അവന്റെ നിസ്കാരം ബാത്തിലായെന്ന ഇസ്ലാം പഠിപ്പിക്കണം അല്ലെ. വേറൊരു ഏർപ്പാടും പറ്റില്ല എന്നാ പറയണത്, വേറൊരു സംഗതിയും പറ്റൂല. ആ സമയത്ത് വരുന്നിട്ട് ദിക്റ് ചൊല്ലാൻ വേണ്ടി പറയണത് അതൊന്നും ഇസ്ലാമിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. റജബുമായി ബന്ധപ്പെട്ട് അങ്ങനെ പ്രത്യേക നിസ്കാരം നോമ്പോ ഒന്നുമില്ല എന്ന് മഹാരഥന്മാരായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി മദ്ഹബിൽപ്പെട്ട അഗ്രേസന്മാരായ പണ്ഡിതന്മാർ പോലും കിതാബുകൾ എഴുതിക്കൊണ്ട് അതിന്റെ ഓരോ വിധേയത്തുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സ്വർഗം വേണമെന്ന് ആഗ്രഹിക്കുന്ന സുന്നത്തുകൾ എമ്പാടുണ്ട്. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, റജബ് എന്ന് പറഞ്ഞ പവിത്രമാക്കപ്പെട്ടൊരു മാസമാണ്. അതിൽ കഴിവിന്റെ പരമായ നന്മകൾ ചെയ്യുക, തിന്മകൾ ഒന്നുപോലും ചെയ്യാതിരിക്കുക. നിങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട മാസം വരുമ്പോൾ സ്വന്തത്തോട് അക്രമം ചെയ്യരുതെന്ന് അല്ലാഹു പറഞ്ഞു വെച്ചതാണ്. അത്രയുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ബിദ്അത്തുകൾക്ക് പിന്നാലെ പോയാൽ കുല്ലു ബിദ്അത്തിൻ ദലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ എന്ന് കേൾക്കാത്തൊരു ഖുത്ബ പോലും കഴിഞ്ഞു പോയിട്ടില്ല. അത് അത്രമേൽ ഗൗരവമുള്ള വിഷയമായതുകൊണ്ടാണ്.
അതുകൊണ്ട് സുഹൃത്തുക്കളെ, സുന്നത്തുകൾ ധാരാളമായി കൊണ്ട് നടക്കുക, ബിദ്അത്തുകളിൽ ഒന്നുപോലും ചെയ്യാതിരിക്കുക, പുതിയതായി കൊണ്ട് എന്തെങ്കിലും കേൾക്കുമ്പോൾ അതൊന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ചതിക്കുഴികളിൽ നിന്നും നമ്മളെ രക്ഷിച്ച് കൃത്യമായ സുന്നത്തിന്റെയും തൗഹീദിന്റെയും പാതയിൽ മരണം വരെയും സഞ്ചരിക്കുവാൻ ഈമാൻ കിട്ടി മരിച്ച് സ്വർഗ്ഗത്തിൽ ആ ദിവസത്തിൽ കടക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും റഹ്മാനായ റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. ഞങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയിട്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും ഖബറുകളും വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, രോഗം കൊണ്ടും കടം കൊണ്ടും മറ്റു മാനസിക ശാരീരിക പ്രയാസങ്ങൾ, വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും പ്രയാസങ്ങൾ അവരെക്കാൾ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരെന്നുള്ള നിലക്ക് അതിനൊക്കെ ശാശ്വതമായ പരിഹാരം നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. കേട്ട കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കാനും ഒക്കെയുള്ളൊരു തൗഫീഖ് റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണം റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.